സോ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു ടിപ്സ് ആൻഡ് ട്രിക്സ് പറയാമെന്ന് വിചാരിച്ചു. അപ്പം മെയിനായിട്ടുള്ളൊരു ടിപ്പെന്ന് പറഞ്ഞാൽ, അതിപ്പോൾ മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ഒന്നേന്ന് തൊട്ട് ചെയ്യാൻ ഭയങ്കര പാടെന്നല്ല, ചില ക്വസ്റ്റ്യൻസ് ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാം. ട്രിക്ക് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോർമുല ട്രിക്കല്ല, എൽ ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ ലൈക്ക് ആ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇതൊരു ടിപ്പാണ് ആക്ച്വലി. നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ ഇത് പാലിക്കണം, ലൈക്ക് എന്നാലേ നമുക്ക് ആ ഒരു സ്പീഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ആർ ദ ഫോളോയിങ് റെപ്രസെന്റ് ദ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 3 സെറ്റ് ഓഫ് ഇക്വേഷൻ വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഓപ്ഷൻസ് കണ്ടുപിടും. അപ്പം നമ്മളിപ്പോൾ എന്താ, ഒന്നെങ്കിൽ നമുക്ക് മെട്രിക്സ് മെത്തേഡ് ഉപയോഗിക്കാം അല്ലേ, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, അങ്ങനെ 2-3 മെത്തേഡ്സ് യൂസ് ചെയ്യാം. പക്ഷെ അതിനൊക്കെ എത്ര ടൈം കൺസ്യൂം ചെയ്യും? സോ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്താണെന്ന് പറയട്ടെ. ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ, ജസ്റ്റ് നിങ്ങൾ ആ വാല്യൂസ് പുട്ട് ചെയ്യുക. ഇപ്പോൾ x=0, y=, ആദ്യത്തെ ഓപ്ഷനാണ് x=0, y=10 ആൻഡ് z=5. അപ്പോൾ എക്സിന് 0 ഇട്ട് കൊടുക്കുന്നു. ഒരു ഇക്വേഷൻ ഇട്ടാൽ മതി. ഞാൻ ലാസ്റ്റ് ഇക്വേഷൻ എടുക്കുന്നത്, കാരണം ലാസ്റ്റ് ഇക്വേഷൻ ചിലപ്പോൾ അവർ കുറച്ച് പാട് ചോദിക്കാമല്ലോ. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഈ ഫസ്റ്റ് ഇക്വേഷൻ ചിലപ്പോൾ എല്ലാ സൊല്യൂഷനും അല്ലെങ്കിൽ ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിലുള്ള എല്ലാം ചിലപ്പോൾ ഫസ്റ്റ് ഇക്വേഷന് സൊല്യൂഷൻ ആയിരിക്കും. നമ്മുടെ കണ്ടീഷൻ എന്താ, 3 ഇക്വേഷനും സാറ്റിസ്ഫൈ ആവണം. അതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പം ഞാൻ ലാസ്റ്റ് ഇക്വേഷൻ നോക്കുവാണെങ്കിൽ എക്സിന് ഞാൻ 0 ഇട്ട് കൊടുക്കുന്നു, വൈക്ക് 10 ഇട്ട് കൊടുക്കുന്നു, ഓക്കെ. പിന്നെ ഇസഡിന് ഞാൻ 5 ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അത് സാറ്റിസ്ഫൈ ആവുന്നുണ്ട് അല്ലേ. 0 + 10 + 5 × 2 10, 20 = 20, അത് സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. രണ്ടാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താലോ, 0 + എന്താണ് 2 × 10 20, 20 + 15 ആവുന്നത്. 20 + 15 എത്ര, 35, അത് സാറ്റിസ്ഫൈ ആവത്തില്ല. ഓക്കെ, അപ്പം അതല്ല. സെക്കൻഡ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക, 5 + 15. 3 ഇക്വേഷനിലും ഇപ്പം നിങ്ങൾക്ക് ഏതാണ് സൊല്യൂഷൻ എന്ന് തോന്നുന്നത്, ആ സൊല്യൂഷൻ, അതായത് x=5, y=15, z=10 എന്ന് പറയുന്ന 3 ഇക്വേഷനിലും നിങ്ങൾ അലോട്ട് ചെയ്ത് കൊടുക്കണം. അതായത് 3 ഇൻറ്റു ആദ്യത്തെ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ 3 × 5 + 15 + 5 × 0. 3 × 5 എത്ര, 15. 15 + 15 30 = 30, സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ രണ്ടാമത്തെ ഇക്വേഷൻ 2 × 5 എന്ന് പറഞ്ഞാൽ 10 + 2 × 15 എന്ന് പറഞ്ഞാൽ എത്ര, 30. z 0 ആയ 30 + 10 40, യെസ് കറക്റ്റ്. പിന്നെ x + y + 2z എന്ന് പറയുമ്പോഴത്തേക്കും x എത്രയാണ്, 5 + 15, 5 + 15 20, z 0 ആണല്ലോ. അപ്പോൾ 3 ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷനേ ഉള്ളൂ, അത് കണ്ടുപിടിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. ഇതെനിക്ക് പറയണമെന്നുണ്ട്. ലൈക്ക് പല ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ വരാം. ചിലപ്പോൾ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ട് ആ ലൈനിലുള്ള പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഈ ലൈൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ്. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഇക്വേഷനിലോട്ട് ആ പോയിന്റ് അങ്ങ് ഇട്ട് കൊടുക്കുക. അത് 0 ആവുന്നതാണ് എന്ത്, ആ ലൈനിൻ്റെ സൊല്യൂഷൻ, അല്ലെങ്കിൽ ആ ലൈനിലൂടെ പാസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അതാ ആ ഒരു ലൈൻ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിലോട്ട് എക്സും വൈയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് ഒരു ചെറിയ വീഡിയോ ആണ്. ജസ്റ്റ് നിങ്ങൾക്കൊരു കുറച്ച് ടിപ്സ് പറഞ്ഞു തരണം എന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ രീതിയിൽ അപ്രോച്ച് പോവുക, അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഭയങ്കര ഷോർട്ടാണെന്നറിയാം. സോ മാക്സിമം എല്ലാവരും കാണുന്നവർ ഷെയർ ചെയ്യണം, ഇൻഫോർമേഷൻ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ബാക്കിൽ നിന്ന് എഴുതി തുടങ്ങാൻ നോക്കുക, അല്ലെങ്കിൽ എഴുതി തുടങ്ങാനുള്ള സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് തുടങ്ങാൻ നോക്കുക. കാരണം ആദ്യത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു ഡിഫിക്കൽട്ടായിട്ട് ഇടും, അതിപ്പം ഏത് സെക്ഷൻ എടുത്താലും. അപ്പം ലാസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് സേവ് ചെയ്താൽ മതിയല്ലോ, പ്രീവിയസ് ഓപ്ഷനിലൂടെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ എന്താണ് വേണ്ടതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. എനിക്കറിയാം നിങ്ങളുടെ എക്സാംസ് ഒക്കെയാണ്. സോ വേഗം വാച്ച് ചെയ്തിട്ട് അത് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ.